أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അടിയാത്തികളെ, അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് തഖ്വയുള്ള മുഅ്മിനുകളായി മുഅ്മിനത്തുകളായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദുനിയാവിലുള്ള എല്ലാ സൗന്ദര്യങ്ങളും നശ്വരമാണ്. ഒന്നിനും ആയുസില്ല. അതെത്ര സുന്ദരമാകട്ടെ, കണ്ണിനെ എത്ര ആനന്ദം കൊള്ളിക്കുന്നതാകട്ടെ, നശ്വരമാണ്. അതിന് അല്ലാഹു ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട്. അതായി കഴിഞ്ഞാൽ അത് പോകും. അതിന്റെ സൗന്ദര്യം പോവും, അതിന്റെ സൗരഭ്യം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. ഈ ദുനിയാവിൽ അല്ലാഹു ഉണ്ടാക്കിയ ഒരു സ്വഭാവമാണ്. ഒന്നിൽ കൂടുതൽ തവണയാണ് റബ്ബ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അവിടെ അല്ലാഹുവിന്റെ പ്രയോഗം പറയുന്നത് വമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവ് ഒന്നുമല്ല കേട്ടോ, ഈ ദുനിയാവ് ഒന്നുമല്ല, ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമല്ലാതെ. ഇന്ന ദുനിയ മതാഉൽ ഗുറൂർ എന്നല്ല പറഞ്ഞത്, പിന്നെ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമല്ലാതെ ഈ ദുനിയാവ് മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചു പറയുകയാണ് ഖുർആനിൽ. എല്ലാ സൗന്ദര്യങ്ങളും നശ്വരമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ജൂലൈ 29 രാത്രി കിടന്നുറങ്ങുന്നത് വരെ ചൂരൽമല, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്ഥലങ്ങളിൽ ചിലതായിരുന്നു. ഞാൻ എത്രയും ഉറപ്പിച്ചത് പറയാൻ കാരണം 5-6 വർഷം അതിന്റെ 6-7 കിലോമീറ്റർ ഇപ്പുറത്ത് താമസിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഭൂമിയുടെ, ആ പ്രദേശത്തിന്റെ സൗന്ദര്യം എന്താണ് എന്ന് നേരിൽ കണ്ട് അനുഭവിച്ച ഒരാളെന്ന നിലക്ക് ആ പ്രദേശം അത്രമാത്രം ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, ആളുകൾ അവിടെ എത്തിയാൽ ഒന്നിറങ്ങി ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന,
ഒരു ദിവസം അവിടെ നിന്ന് തങ്ങാൻ ഇഷ്ടപ്പെടുന്ന അത്രമേൽ സുന്ദരമായൊരു പ്രദേശം. ആ പ്രദേശം ഇന്ന് വലിയ ഭീമാകാരങ്ങളായ പാറക്കല്ലുകളും വലിയ വലിയ മരങ്ങളും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ചരൽ മണ്ണുമായിട്ട് അങ്ങനെ നിറഞ്ഞു കിടക്കാണ്. ഒരു വലിയ ദുരന്തത്തിന്റെ രംഗഭൂമിയായി അത് മാറിയിരിക്കാൻ ഒരൊറ്റ രാത്രിയാണ് അതിന് വേണ്ടി വന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദുനിയാവിൽ മുഴുവൻ ദുനിയാവിന്റെ സംഗതി അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഓതിയല്ലോ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്തില്ലേ? ആ കഹ്ഫിന്റെ 7-ാമത്തെയും 8-ാമത്തെയും ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വസ്തുത ഊന്നി പറയുന്നുണ്ട്. എന്താ അല്ലാഹു പറയുന്നറിയോ? ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. നിശ്ചയം ഈ ദുനിയാവിലുള്ളതെല്ലാം, ഈ ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം ഞാൻ സൗന്ദര്യമുള്ളതാക്കിയിരിക്കുന്നു, നയനാനന്ദകരമാക്കിയിരിക്കുന്നു, കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളതാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മപദത്തിൽ മുന്നേറുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് ഇന്നാ ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുർസാ. ഈ ദുനിയാവിനുള്ള ഈ കാണുന്ന കടലിനും കാടിനും ആറിനും വയലിനും പൂവിനും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാമുള്ള ഈ സൗന്ദര്യമുണ്ടല്ലോ, അതൊരിക്കലും ശാശ്വതമല്ല. വഇന്നാ ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുർസാ. വെളുവെടുത്ത മണൽപ്പരപ്പ് മാത്രമുള്ള, പച്ചപ്പിന്റെ ഒരു അംശം പോലുമില്ലാത്ത, ഒരു മലം പോലുമില്ലാത്ത, ഒരു പർവ്വതം പോലുമില്ലാത്ത, കാടില്ലാത്ത, കടലില്ലാത്ത, പുഴയില്ലാത്ത, വയലേലകളില്ലാത്ത, കൃഷിയില്ലാത്ത, കേവലം തരിശുഭൂമിയായി, വെള്ള നിറത്തിലുള്ള തരിശുഭൂമിയായി ഞാനതിനെ മാറ്റുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കാണ്. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിന്റെ നേർക്കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ചൂരൽമലയിലും ഉണ്ടക്കൈയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ സുന്ദരമായ തോട്ടങ്ങളും വീടുകളും പള്ളികളും സ്കൂളുകളും എല്ലാം ഉണ്ടായിരുന്ന പ്രദേശം കേവലം തരിശു ഭൂമിയായി നിരന്ന് കിടക്കുന്ന കാഴ്ച. ഈ ഭൂമി മുഴുവൻ എങ്ങനെയാവുന്ന വർഷം പറഞ്ഞത്? ഈ ഭൂമി മുഴുവൻ എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാഹളത്തിൽ ഊതുമ്പോ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കുന്നതാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ കാണുന്ന ഗ്രഹങ്ങളും ഗാലക്സികളും മുഴുവൻ അതിന്റെ സ്ഥാനം തെറ്റി സഞ്ചരിച്ച് ഈ മഹാപ്രപഞ്ചം മുഴുവൻ എന്തെന്നില്ലാത്ത ശൂന്യതയിലേക്ക് ആപതിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കാരുണ്യവാനായ പരമപരിശുദ്ധനായ സർവശക്തനായ അല്ലാഹു മാത്രം അവശേഷിക്കുന്നതാണ്. അല്ലാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് ഇന്ന് ചൂരൽമലയിൽ സംഭവിച്ചത് നാളെ ലോകത്തിന് മുഴുവൻ അതിനേക്കാൾ ഭീകരതയിലും ഭയാനകതയിലും സംഭവിക്കാനുള്ളത് തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നാശത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ശരീരം പോലും പ്രിയപ്പെട്ടവരെ. ഈ ഇരുന്ന ഇരിപ്പിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ബാക്ടീരിയകൾ നമ്മുടെ സ്വന്തം ശരീരത്തെ തിന്നാൻ തുടങ്ങുകയും നമ്മുടെ വയറ് വീർക്കാൻ തുടങ്ങുകയും നമ്മുടെ ശരീരം ജീർണിക്കാൻ തുടങ്ങുകയും ശരീരം മടുക്കാൻ തുടങ്ങുകയും സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുമെന്നത് നമ്മൾ അറിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവ് എന്നത് നശ്വരമാണ്. ബലാവുകളുടെയും ഇബ്തിലാവുകളുടെയും രംഗവേളിയാണ് ദുനിയാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 3 ആയത്തുകളാണ് നിങ്ങളോട് സംസാരിക്കാറ്. 3 ആയത്തുകൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ച ദുരന്തങ്ങളെല്ലാം, ആ ദുരന്തത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളെല്ലാം ആ 3 ആയത്തിൽ അല്ലാഹു കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ പരിഹാരം എന്താണ് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ആയത്തുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തുൽ ബഖറയിലെ 155, 156, 187 ആയത്തുകൾ. ഒന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി ചോറൊക്കെ കഴിച്ചതിന് ശേഷം സമാധാനത്തിൽ ഒന്ന് ഖുർആനിന്റെ പരിഭാഷ എടുത്ത് തുറന്നിട്ട് സൂറത്തുൽ ബഖറയുടെ 155, 56, 57 ആയത്തുകൾ ഒന്നെടുത്ത് അതിന്റെ അർത്ഥം വായിച്ചു നോക്കുക. നമ്മുടെ നാട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാൻ വലനബുലുവന്നകും,
നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇതിൽ അള്ളാഹു പറഞ്ഞത് വാ എന്ന വാക്ക് കഴിഞ്ഞിട്ട് അക്ഷരം കഴിഞ്ഞിട്ട് അള്ളാഹു ഉപയോഗിച്ച അക്ഷരം ഏതറിയോ? ല. ലാ എന്ന് പറഞ്ഞ അറബിയിൽ എന്താ? നമുക്കൊക്കെ അറിയാം, ഇല്ല എന്നാണ് അല്ലെ? ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. സാധാരണ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചെറുപ്പത്തിലെ അർത്ഥം പഠിച്ചതല്ലേ? ലാ ഇലാഹ ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷേ ലാക്ക് നീട്ടമില്ലാതെ ല എന്നാണ് പറയുന്നതെങ്കിൽ അത് അഖീദിന്റെതാണ്, തഅഖീദിന്റെതാണ്. അതായത് ഉറപ്പിച്ചു പറയുന്നതാണ്. ല എന്നാൽ തീർച്ചയായും, ഉറപ്പിച്ച്. അതുപോലെ തന്നെ നൂനിന് ശബ്ദു വന്നാൽ ഇന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ ഇന്ന എന്ന് പറഞ്ഞാൽ? തീർച്ചയായും. അപ്പൊ ഈ രണ്ട് വാക്കുകൾക്കിടയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉറപ്പിച്ചു പക്ഷം പറഞ്ഞു വലനബുലുവന്നകും, വലനബുലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, ഒരു സംശയം വേണ്ട. അള്ളാഹു ഉറപ്പിച്ച് 2 തവണയാണ് മുന്നിലും പിന്നിലും ഉറപ്പിച്ചിട്ട് പറച്ചോൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരു കാര്യം ഒരിക്കലും ഒഴിവായി പോല, ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടാവില്ല. എന്നിട്ട് അള്ളാഹു എന്താണ് പറഞ്ഞത്? ഓരോ വിഷയങ്ങളും എടുത്തെടുത്ത് പറയാണ്. വലനബുലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ബിശൈഇൻ, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത്. 5 കാര്യങ്ങൾ കൊണ്ടാണ്. ഭയം കൊണ്ടാണ്, വിശപ്പ് കൊണ്ടാണ്, അതുപോലെ തന്നെ ആൾനഷ്ടം കൊണ്ടാണ്, ധനനാശം കൊണ്ടാണ്, കൃഷിനാശം കൊണ്ടാണ്. ഇതൊക്കെ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഈ വരുന്നതെല്ലാം, ഈ കാണുന്നതെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങിയെന്ന്. പറയാൻ പറ്റൂല, പറയാൻ പാടില്ല, സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ നമുക്ക് എങ്ങനെ അറിയില്ല അള്ളാഹിന്റെ ശിക്ഷ എന്നുള്ളത്? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ജീവിക്കുന്ന കാലത്ത് പ്ലേഗ് രോഗം ഉണ്ടായിരുന്നു. ഒരുപാട് സഹാബത്ത് പ്ലേഗ് പിടിപെട്ടിട്ടാണ് മരിച്ചത്. അത് അള്ളാഹുവിന്റെ അദാബാണെന്ന് പറയാൻ പറ്റുമോ? സ്വഹാബികളിലേക്ക് പ്ലേഗ് ഇറങ്ങി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, വലിയ വലിയ അക്രമങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് അദാബായിട്ടാണോ അതല്ല ഒരു തിരുത്തായിട്ടാണോ ഇത് വന്നിരിക്കുന്നത് എന്ന് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഉരുൾപൊട്ടലിൽ 2 രീതിയിലാണ് ആളുകൾ മരിച്ചിട്ടുണ്ടാവുക. ആ 2 രീതിയും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ അറാഫ് പരിശോധിച്ചാൽ 97, 98, 99 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന വിപത്തുകളുടെ പ്രവചനം എന്നോണം നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അല്ലാഹു പറയാൻ അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. വീടകങ്ങളിൽ കിടന്നുറങ്ങുന്നവരെ, മേൽക്കൂര പണിത് വീടുണ്ടാക്കി പുതപ്പ് പുതച്ച് കുടുംബത്തിന്റെ ഒപ്പം കിടന്നുറങ്ങുന്നവരെ, എന്റെ അദാബ് നിങ്ങളിലേക്ക് വരില്ല എന്നത്, എന്റെ ഉണർത്ത് നിങ്ങളിലേക്ക് വരില്ല എന്നതിന്, എന്റെ തിരുത്തൽ നിങ്ങളിലേക്ക് വരില്ല എന്നത് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ദുഹം വഹും യൽഅബൂൻ. കളിച്ചിങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോ, ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുമ്പോ, ആറാടിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ അദാബ് നിങ്ങളിലേക്ക് വരില്ല എന്നതിനെ കുറിച്ച് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? ആരാണ് നിങ്ങൾക്ക് ഉറപ്പ് തന്നത്? അള്ളാഹുവിന്റെ വല്ലാത്ത ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇരുന്ന ഇരിപ്പിൽ വല്ല സുരക്ഷിതത്വവും നമുക്കുണ്ടോ? ഈ പറയുന്ന പ്രദേശത്ത് കുറ്റിപ്പുറമടങ്ങുന്ന ഈ പ്രദേശത്ത് ഭൂമി കുലുങ്ങുകയില്ല എന്ന് ആരാണ് നമുക്ക് ഉറപ്പ് തന്നത്? ഇവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടാവുകയില്ല, ഭൂമി വിളർന്ന് താഴേക്ക് പോകുകയില്ല എന്ന് ആരാണ് നമുക്ക് ഉറപ്പ് തന്നത്? ഇതെന്റെ ചോദ്യമല്ല, അള്ളാഹുവിന്റെ ചോദ്യമാണ്. അഅമിൻതും മൻ ഫിസ് സമാഇ അയഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ. ഭൂമി അതിന്റെ അകത്ത് നിന്ന് തിളച്ചു മറിയുമ്പോ ആ ഭൂമിക്കുള്ളിലേക്ക് നിങ്ങൾ ആഴ്ത്തപ്പെടില്ല എന്ന് കൂട്ടരെ, എന്ത് നിർഭയത്വമാണ് നിങ്ങൾക്കുള്ളത്? എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, വമ്പിച്ച നാശനഷ്ടമുണ്ടാക്കുന്ന മഹാ അപകടങ്ങൾ എന്ന് പറയുന്നത് വയനാടിന് മാത്രം പറഞ്ഞതല്ല, ചൂരൽമലക്ക് മാത്രം പറഞ്ഞതല്ല, പുത്തുമലക്ക് മാത്രം പറഞ്ഞതല്ല, മലയോര പ്രദേശങ്ങളിൽ മാത്രം പറഞ്ഞതല്ല. ഞാനും നിങ്ങളും സുരക്ഷിതരാണെന്ന് കരുതി ജീവിക്കുന്ന ഈ നാടുണ്ടല്ലോ, അള്ളാഹുവിന്റെ കണക്ക് തീർക്കലിന്, അള്ളാഹുവിന്റെ തിരുത്തലിൽ നിന്ന് ഒട്ടും സുരക്ഷിതമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അള്ളാഹുവിന്റെ ചോദ്യവും അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടവസ്ഥയിലാണ് ആ നാട്ടിലെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവുക. ചിലർ ഉറങ്ങുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഇരച്ചു വന്ന പാറക്കല്ലുകളിലെ ഇരച്ചു വന്ന മരക്കും വലിയ വലിയ മരങ്ങളുടെ ഇടയിൽപ്പെട്ടവർ മരണപ്പെട്ടു പോയി. എന്നാൽ ചില ആളുകളതാ അവരെപ്പോഴും ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവരെങ്ങനെ കളിക്കുകയാണ്, മൊബൈൽ നോക്കുകയാണ്, റീൽസുകൾ കാണുകയാണ്, കാമുകന്മാരോട് സംസാരിക്കുകയാണ്. അങ്ങനെയും ചില ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. രണ്ട് രീതിയിലാണ് മനുഷ്യന്മാരെ മരണപ്പെട്ടിട്ടുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് രാത്രി 1:30-ക്കാണ്. രണ്ടാമത്തത് ഉണ്ടാകുന്നത് രാത്രി 4 മണിക്കാണ്. ഈ മണിക്കൂറുകൾക്കിടയിൽ പടച്ചിറപ്പ് പറഞ്ഞ ഭയം കൊണ്ടുള്ള പരീക്ഷണം കൊണ്ട് കിടകിട വിറക്ക് പിറപ്പിക്കപ്പെട്ട ആളുകൾ ആ നാട്ടിലുണ്ട്. 1:30-ക്ക് ഉരുൾപൊട്ടി, ഒരുപാട് മനുഷ്യന്മാർ മരണപ്പെട്ടു. അതിനുശേഷം 4 മണിക്കാണ് അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഈ ഉരുൾപൊട്ടലിന്റെ ചെളിയും വെള്ളവും ഒക്കെയായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഒരു വലിയ ദുരന്തത്തിന് പേടിച്ചുറച്ച് കാത്തുനിന്ന ഒരു മനുഷ്യർ. ആ മനുഷ്യരെ കുറിച്ച് നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കരഞ്ഞു പേടിച്ച് ഉറച്ചിട്ടുള്ള ആ ഫോൺ കോളിലൂടെ നമ്മൾ കണ്ടതാണ്. ഭയപ്പാടിൽ അകപ്പെട്ടു പോയാൽ മനുഷ്യൻ എത്രമാത്രം നിസ്സഹായനായി പോകുമെന്ന് നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ രക്ഷിതാക്കളെ സാക്ഷ്യം വഹിക്കുന്നു, എത്രയോ മക്കളെ സാക്ഷ്യം വഹിക്കുന്നു. മലവെള്ളപ്പാച്ചിലിന്റെ ഭ്രാന്തമായ ഒഴുക്കിൽ, അതിഭീകരമായ ഒഴുക്കിൽ സ്വന്തം ഉമ്മ കൺമുന്നിൽ നിന്ന് ഒലിച്ചുപോയവരുണ്ട്, സ്വന്തം ഉപ്പ കൺമുന്നിൽ നിന്ന് ഒലിച്ചുപോയവരുണ്ട്, കുടുംബക്കാര്, സ്വന്തം അയൽവാസികൾ കൺമുന്നിൽ നിന്ന് ഒലിച്ചുപോയവരുണ്ട്. ഒന്ന് പിടിക്കാൻ കഴിയാതെ ഭയന്ന് വിറച്ച് തന്റെ സുരക്ഷിതത്വം നോക്കി മാറി നിന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. ആ കൂട്ടത്തിലും ആ ഭയം കൊണ്ടുള്ള പരീക്ഷണത്തിൽ, ആ ഭയപ്പാടിൽ 100 പേര് വിജയം കൊഴിഞ്ഞ ആളുകളുണ്ട്. തീർച്ചയായും അള്ളാഹുവിനോട് ഹൃദയം കൊണ്ട് നേടിയ, പടച്ച റബ്ബിനോട് മനസ്സുകൊണ്ട് നേടിയ മുവഹിദുകളായ ആളുകൾ, അള്ളാഹുവേ നിന്റെ വിധിയാണ് റബ്ബേ, അലംഘനീയമായ നിന്റെ വിധി, ആർക്കും തകർക്കാൻ കഴിയില്ല, ആർക്കും ലംഘിക്കാൻ കഴിയില്ല. അല്ലാഹ്, ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് ഇരച്ചു വരുന്ന മഹാപകടത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിലുള്ള പ്രതീക്ഷ കൈവിടാതെ നിന്ന മനുഷ്യരുണ്ടാവും. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, അവർ മരണപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അവർ ഷഹീദുകളാണ്, അവർ രക്തസാക്ഷികളാണ്. ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയാൻ കാരണം, മുവഹിദുകളായ നമ്മുടെ മദ്രസകളിൽ പഠിച്ച തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ ഇന്നും അവരെ കണ്ടു കിട്ടിയിട്ടില്ല, അവരുടെ മയ്യത്ത് കിട്ടിയിട്ടില്ല. അവർക്ക് നല്ല തർബിയത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല തൗഹീദ് കിട്ടിയിട്ടുണ്ട്. അപകടം ഇരച്ചു വരുമ്പോ ഇനി ഒരു സൈന്യത്തിനും, ഇനി ഒരു സംവിധാനത്തിനും, ഇനി ഒരു മനുഷ്യനും, വിളിച്ചു തേടിയ ഒരു ദൈവത്തിനും രക്ഷിക്കാൻ കഴിയില്ല എന്ന നഗ്നസത്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ ആ മഹാശക്തിയിലേക്ക് കൈ ഉയർത്തിയവർ തീർച്ചയായും ആ കൂട്ടത്തിലുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ നമുക്ക് മന്യമല്ല. ഭൂമി കുലുങ്ങുമ്പോ, അല്ലെങ്കിൽ ആർത്തലച്ചു വരുന്ന കടലിന്റെ തിരമാല നമ്മെ നക്കിത്തുടക്കം വരുമ്പോ, അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ അറിയില്ല എന്താണ് അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്ന്. അങ്ങനെ ഒരു അപകടം നേരിൽ കാണേണ്ടി വന്നാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, യാ റബ്ബ്, ഈ വരുന്ന അപകടം നീ എനിക്ക് വിധിച്ചതാണ്, ഇത് നിന്റെ വിധിയാണ്, അലംഘനീയമായ വിധി. അല്ലാഹുവേ, എന്നെ നീ മുവഹിദായി മരിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ആ റബ്ബിന്റെ വിധിയെ നെഞ്ചിലേറ്റാൻ, ആ റബ്ബിന്റെ വിധിയെ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ഭയപ്പാടിലെ വിജയം. ഭയന്ന് വിറച്ച് തളർന്നിരുന്നു പോകാതെ ആ റബ്ബിന്റെ മുന്നിലേക്ക് പ്രതീക്ഷകൾ അർപ്പിക്കുന്ന, മരിച്ചുപോയാലും മുസ്ലിമിന്റെ പ്രതീക്ഷ തീരുന്നില്ലല്ലോ, അവൻ ഭയപ്പെട്ട് തീർന്നു പോകുന്നില്ലല്ലോ. ആ മരണം മുന്നിൽ കണ്ടാലും അവന് പുതിയൊരു പ്രതീക്ഷ നാമ്പിടുകയാണ്, പുതിയൊരു പ്രതീക്ഷ അവിടെ മുളച്ചു പോകുകയാണ്. ഏത്? പരലോകം എന്ന പ്രതീക്ഷ, സ്വർഗം എന്ന പ്രതീക്ഷ, നരകമോചനം എന്ന പ്രതീക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പരീക്ഷണം മിനൽ ഖൗഫ്, ഭയപ്പാട് കൊണ്ടുള്ള പരീക്ഷണം. പ്രിയപ്പെട്ടവരെ, ഈ 2 ഉരുൾപൊട്ടലുകൾക്കിടയിൽ ബാക്കിയായ മനുഷ്യന്മാർ നേർക്ക് നേരെ കണ്ടതാണ്, അനുഭവിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്തതായി അല്ലാഹു പറയുന്നത് വൽ ജൂ', വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. ഈ ആയത്തിന്റെ ഈ ഒരു ഭാഗം പറയുമ്പോ ഒരു മലയാളി എന്ന രീതിയിൽ, ഒരു കേരളക്കാരൻ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയും, നമുക്ക് അന്തസ്സുണ്ട്. കാരണം ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലല്ല മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടിണിയിലേക്ക് ആ സംസ്ഥാനം എടുത്തെറിയപ്പെടുമായിരുന്നു. പക്ഷേ വയനാട്ടിലെ സ്കൂളുകളും പള്ളികളും
ആ പ്രദേശത്തുള്ള സ്കൂളുകളും പള്ളികളും നിങ്ങളൊന്ന് സന്ദർശിക്കുക. പച്ചക്കറികൾ കൊണ്ട്, പഴവർഗ്ഗങ്ങൾ കൊണ്ട്, ഗ്രോസറികൾ കൊണ്ട്, വസ്ത്രങ്ങൾ കൊണ്ട്, ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങളുണ്ടോ അതെല്ലാം കൊണ്ട് മലയാളികൾ, തെക്ക് നിന്നും വടക്കു നിന്നുമുള്ള മലയാളികൾ നിറച്ചിരിക്കുകയാണ്. അവർക്ക് അതിന് ഒരു കുഴപ്പമില്ല, ഒരു പിശുക്കുമില്ല, അതിന് യാതൊരു കുറവും മലയാളികൾ വരുത്തിയിട്ടില്ല. അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ വിശാലത എന്ന് പറയുന്നത്. ആ ദുരന്ത ഭൂമിയിലും നമ്മൾ കണ്ടല്ലോ, ഒരു ജീപ്പ് ഡ്രൈവർ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഒരുപാട് ആളുകളെ ആ മലയിൽ നിന്ന് താഴേക്കിറക്കിയത്. ഒന്നരക്കുണ്ടായ അപകടത്തിന് ശേഷം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒട്ടനവധി മനുഷ്യന്മാരെ സുരക്ഷിതമായി താഴേക്ക് എത്തിച്ച് 4 മണിയുടെ പൊട്ടിന്റെ മുന്നേ ബാക്കി കിടക്കുന്ന തന്റെ സുഹൃത്തിനെ കൂട്ടിവരാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുപോയ പ്രജീഷ് എന്ന് പറയുന്ന സഹോദരൻ, അവരെ പോലെയുള്ള ആളുകളെ കേരളക്കരയിലല്ലാതെ മറ്റെവിടെയാണ് പ്രിയപ്പെട്ടവർ നമുക്ക് കാണാൻ സാധിക്കുക? കേരളത്തിന് അല്ലാഹു മനുഷ്യത്വം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ അല്ലാഹു അലിവും കരുണയുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കുറ്റം പറയാറുണ്ട്, മലയാളികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പാര വെക്കുന്നവരാണ്. പക്ഷേ അലിവുള്ളൊരു ഹൃദയം മലയാളിക്കുണ്ട്. കേരളത്തിലെ എത്ര തിരക്കുള്ള പട്ടണമായാലും ഒരു ആംബുലൻസ് സൈറൺ മുറക്കി വന്നു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ മുഴുവൻ 2 വർഷത്തേക്ക് നീങ്ങി ആംബുലൻസിനെ കൃത്യമായി വഴിയൊരുക്കി കൊടുക്കുന്ന സുന്ദരമായ കാഴ്ച ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോലും, തമിഴ്നാട്ടിലാവട്ടെ കർണാടകയിലാവട്ടെ, ഒരുപക്ഷെ ഇത്രയും ജാഗ്രതയോടുകൂടി ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ബാംഗ്ലൂർ പോലെയുള്ള പട്ടണങ്ങളിൽ ആക്സിഡന്റ് സംഭവിച്ച് ചോരയിൽ കുളിച്ച് മൃതപ്രായരായി ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യർ, ആ മനുഷ്യരെ ഒന്നെടുത്ത് കൊണ്ടുപോകാൻ അയാൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും തയ്യാറാകാതെ കാലിൽ തട്ടിയിട്ടും നടന്നു പോകുന്ന മനുഷ്യന്മാരെ ബാംഗ്ലൂർ പോലെയുള്ള പട്ടണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ കേരളക്കരയിൽ അത് കാണാൻ കഴിയില്ല. കേരളക്കാർ വാരിയെടുക്കും. ആ ചോരയിൽ കുളിച്ച ആ മനുഷ്യനെ ആശുപത്രി എത്തിക്കാൻ എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറാണ്. ആ ത്യാഗ സന്നദ്ധത തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് നിലനിർത്തട്ടെ. അതുകൊണ്ട് തന്നെയാണ് കേരളക്കരയെ അള്ളാഹു വിശപ്പ് കൊണ്ട് പരീക്ഷിക്കാത്തത്, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കാത്തത്. ഉയർച്ചകളിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി കൊണ്ടും കേരളം ഉയർന്നു പോകുന്നത് ഒരുപാട് റിസോഴ്സുകൾ ഉള്ളത് കൊണ്ടല്ല, സ്രോതസ്സുകൾ ഉള്ളത് കൊണ്ടല്ല. മനുഷ്യനെ മനസ്സിലാക്കുന്ന ആ സുന്ദരമായ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആൾനഷ്ടം സംഭവിപ്പിച്ചുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ആ ദുരന്ത ഭൂമിയിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഏറ്റവും വലിയ പരീക്ഷണം. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാം, കച്ചവടം നഷ്ടപ്പെട്ടവർക്ക് കച്ചവടം വെച്ചു കൊടുക്കാം, പാടങ്ങൾ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കൃഷിയിടങ്ങൾ പകരം വെച്ചു കൊടുക്കാം. കൂടപ്പിറപ്പുകളും ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരെ എന്താണ് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക? എന്താണ് അവർക്ക് പകരം വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക? ഇതിന് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം എന്താണെന്നറിയോ? അവിടെ അപകടം സംഭവിച്ചപ്പോ, ദുരന്തം സംഭവിച്ചപ്പോ ആ ദുരന്ത ഭൂമിയിൽ സ്ഥിരതാമസക്കാരായ പല ആളുകളും അവിടെ മരണപ്പെട്ടിട്ടില്ല. അവര് മറ്റെവിടേക്കോ പോയി. എന്നാൽ അവിടെ സ്ഥിരതാമസക്കാരില്ലാത്ത മറ്റു പലരും അവിടേക്ക് വിരുന്നിന് വന്നു. എന്നിട്ട് ആ ദുരന്തത്തെ നെഞ്ചിലേറ്റി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ലാഹു നിശ്ചയിച്ചൊരവധിയുണ്ട്. എന്റെ മരണം തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അല്ലാഹു നിശ്ചയിച്ചതെങ്കിൽ, എന്റെ മരണം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് അല്ലാഹു നിശ്ചയിച്ചതെങ്കിൽ, എന്റെ മരണം ഈ പള്ളിയിലാണ് റബ്ബ് നിശ്ചയിച്ചതെങ്കിൽ, കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഞാൻ ഈ പള്ളിയിൽ എത്തുക തന്നെ ചെയ്യും. വമാ തദ്രീ നഫ്സും മാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഭൂമിയിലെ ദുനിയാവിൽ എവിടെ വെച്ചാണ് നിങ്ങൾ മരണമടയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് അള്ളാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഈ ദുനിയാവിൽ അള്ളാഹു ഒരു മരണത്തിന്റെ സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. മീറ്ററുകൾ തെറ്റാതെ, സെന്റിമീറ്ററുകൾ തെറ്റാതെ നമ്മുടെ മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ആ മരണം നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ചൂരൽമലയിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് യുവാക്കൾ ആ സമയമായിട്ട് അങ്ങോട്ട് പോയവരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹു എഴുതിയ ആയുസ്സിനപ്പുറത്തേക്ക് ആയുസ് നീട്ടിത്തരാൻ മറ്റൊരു സംവിധാനത്തിനും കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഈ ദുരന്തം നമുക്ക് തരേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, സമ്പത്ത് ഉറക്കും ഞാൻ നിങ്ങളിൽ നിന്ന്. 500ഓളം വീടുകളാണ്. നമ്മളിങ്ങനെ വാർത്തയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എത്ര സിമ്പിളാണ്, എത്ര ലാഘവത്തോടെയാണ് നമ്മളത് പറയുന്നത്. ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനുമുള്ള സ്വപ്നമാണ്. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരാണ്.
ഒരു വീട് എന്ന് പറഞ്ഞാൽ അയാളുടെ അധ്വാനം, അയാളുടെ സ്വപ്നം, അയാളുടെ കണക്ക് കൂട്ടലുകൾ എല്ലാമാണ് ഒറ്റയടിക്ക് താഴേക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ. നമ്മുടെ വീട് ഇത്ര തന്നെ ഉള്ളൂ, നമ്മുടെ സമ്പാദ്യങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ, ദുനിയാവിലുള്ള എല്ലാം ഇത്രയൊക്കെ തന്നെയുള്ളൂ. നാം വാങ്ങിച്ചു എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടിയാധാരം എന്നെടുത്ത് പരിശോധിച്ചാൽ വർഷങ്ങൾ വഴക്കുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ പേരുകൾ അതിൽ കാണാൻ പറ്റും. അവരൊക്കെ പറഞ്ഞിരുന്നു ഇത് എന്റെ സ്ഥലമാണ്, എന്റെ സ്ഥലമാണ്, ഞാൻ വാങ്ങിയ സ്ഥലമാണ്, ഞാൻ വാങ്ങിയ സ്ഥലമാണ്. നമ്മൾ ഇന്ന് പറയുന്നു ഞാൻ വാങ്ങിയ സ്ഥലമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാരിൽ പല ആളുകൾ പറയും ഞാൻ വാങ്ങിയ സ്ഥലമാണെന്നുള്ളത്. ഈ ദുരന്ത ഭൂമിയിൽ നിന്ന്, ഒരു അലമാരക്കുള്ളിൽ നിന്ന് കിട്ടിയ ഒരു പരാതിക്കത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ച് ന്യൂസിലൊക്കെ വന്നിരുന്നു. ആ പരാതിക്കത്തിൽ എഴുതിയത് എന്താണെന്നറിയോ? എന്റെ അയൽപക്കക്കാരന്റെ അതിർത്തി വേലി കുറച്ചൊന്ന് കടന്നിട്ട് എന്റെ പറമ്പിലേക്ക് വന്നിട്ടുണ്ട്, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ രണ്ട് അയൽപക്കക്കാരും ഒന്നില്ല, ആ വേലിയും ഇന്നില്ല, ആ പറമ്പും ഇന്നില്ല, ആ വീടും ഇന്നില്ല, ഒന്നുമില്ല. എല്ലാം തരിശു ഭൂമി മാത്രമാണ്. ഒരു മഴ, ഒരു ഉരുൾപൊട്ടൽ, ഒരു ഭൂമി ഉലുക്കം, ഒരു സുനാമി, ഇത്രയേ ഉള്ളൂ അതിർത്തി തർക്കം, ഇത്രയേ ഉള്ളൂ തമ്മിത്തട്ടൽ. പിന്നെ എല്ലാം മനുഷ്യരാണ്, പിന്നെ എല്ലാവരും പച്ചയായ മനുഷ്യരാണ്, ജീവന് വേണ്ടി കേഴുന്ന മനുഷ്യർ. അവിടെ മതവുമില്ല, ജാതിയില്ല, നിറവില്ല, ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് കിട്ടി എന്ന് പറയുന്നത് അറിയോ? നമുക്ക് കിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ദാനം കൊടുത്ത സമ്പത്താണ്. എന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു പാവപ്പെട്ടവനെ കണ്ടു, ഞാൻ അതിൽ നിന്ന് 100 രൂപ എടുത്തു കൊടുത്താൽ അതെനിക്ക് കിട്ടി, അതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 900 ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. കുറച്ചപ്പുറത്തെത്തുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു. ആ 900 എനിക്കില്ല, ആ 100 മാത്രമേ എനിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവര്. അത് തന്നെയാണ് ഈ ദുനിയാവിലെ ആകെ തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വത്തിന്റെ പേരിലും അതിർത്തിയുടെ പേരിലും പല വിഷയങ്ങളുടെ പേരിലും തെറ്റി നിൽക്കുന്ന, മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. മറന്നുകളാം, വിട്ടുകൊടുത്തുകളാം. എന്തൊക്കെ നഷ്ടമുണ്ടായാലും എന്താ പ്രശ്നം? ആകെ കുറച്ചു കാലങ്ങൾ ഈ ദുനിയാവിലെ കാട്ടിക്കൂട്ടലില്ല പ്രിയപ്പെട്ടവരെ. ഈ പരീക്ഷണങ്ങളിലെല്ലാം വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾ കാതുന്ന സന്തോഷ വാർത്ത. അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, അവർക്കൊരു പ്രയാസം ബാധിച്ചാൽ, അപകടം ബാധിച്ചാൽ, ഖാലു, അവര് പറയുന്നവരാണ്. എന്താണ് അവർ പറയുക? ഇന്നാ ലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ നിനക്കുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കലേക്ക് മടങ്ങുകയും ചെയ്യുന്നവരാണ്. ഈ ഒരു ചിന്തയില്ലാതെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ചിന്തയില്ലാതെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് വേറെ എന്താ സമാധാനം കൊടുക്കുക? ഉള്ളൊരു ഗൾഫുകാരനെ കണ്ടിട്ടില്ലേ? ന്യൂസ് ചാനലുകാർ മൈക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ മനുഷ്യന്റെ തൊള്ളയിലേക്ക് തിരികെ കൊടുക്കുകയാണ്. അയാൾ വേദനിച്ച് പ്രയാസപ്പെട്ട് കരയുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമധർമ്മം വളരെ ശോഷിച്ചു പോയി. വല്ലാത്ത അവസ്ഥയാണ്. അയാളുടെ ഉമ്മ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, മക്കള് മരണപ്പെട്ടു. ഗൾഫിലേക്ക് യാത്രയും പറഞ്ഞിട്ട് പോയതാ. ഒരു ഗൾഫുകാരൻ, ഈ കൂട്ടത്തിൽ ഗൾഫുകാരൻ ഉണ്ടാവുമല്ലോ, ഗൾഫുകാരുടെ അവരെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് അറിയും. 1 വർഷവും 2 വർഷവും ഗൾഫുകാരെ അവിടെ ജീവിക്കാൻ, ആ ചൂടത്തും ആ വെയിലത്തും ആ കഠിനമായ തണുപ്പിനും ആ വല്ലാത്തൊരവസ്ഥയിലുള്ള ജോലി സ്ഥലങ്ങളിലെല്ലാം അവർ പിടിച്ചു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ പ്രിയപ്പെട്ടവര്? ആ കൊല്ലത്തിൽ 1 മാസം ലീവ് ഉണ്ടല്ലോ, ആ ലീവിനാണ് അവർ ജീവിക്കുക. അതാണ് അവരുടെ ജീവിതം. 10 കൊല്ലം 12 കൊല്ലം ജീവിച്ചൊരു പ്രവാസി ജീവിച്ചത് 12 മാസം ഒറ്റ കൊല്ലം. 12 കൊല്ലം ഗൾഫിൽ പണിയെടുത്ത ഒരു പ്രവാസിക്ക് കിട്ടുന്ന ജീവിതം 1 കൊല്ലം, ഒറ്റ കൊല്ലം. ബാക്കിയെല്ലാം മയ്യിത്താണ്, മയ്യിത്തായിട്ട് ജീവിക്കാൻ. ഒരു എന്താ പറയാ, ഒരു യാന്ത്രികമായ ജീവിതം. രാവിലെ എഴുന്നേൽക്കുക, പല്ലിയേക്കുക, ബാത്റൂം പോവുക, കുളിക്കുക, ജോലിക്ക് പോവുക, വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുക. ആ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് കുടുംബത്തെ വിളിക്കുമ്പോൾ, ഇപ്പൊ വീഡിയോ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വീഡിയോ ഒക്കെ വിളിക്കുമ്പോൾ ഒരു സമാധാനം മാത്രം. പിന്നെ അവരാഗ്രഹിക്കുന്നത്, അവരെ ആ ഒരു സാഹചര്യത്തിലേക്ക് പിടിച്ചു നിർത്തുന്നത് എന്തറിയോ? നാട്ടിലേക്ക് പോകാനുള്ള ആ സമയം ഓരോ മാസവും എടുക്കുമ്പോ എന്തൊരു സന്തോഷമാണ് അവർക്ക്, എന്തൊരു ആഹ്ലാദം. നാട്ടിലേക്ക് അവർ തിരിക്കുമ്പോൾ അതിനെ പെട്ടികെട്ടലൊക്കെ ബാച്ചലർ റൂമുകളിൽ താമസിക്കുന്നവർക്കറിയാം എത്ര ആഘോഷത്തോടെയാണ് അവർ ചെയ്യുന്നത്, എത്ര സന്തോഷത്തോടെയാണ് അവർ ചെയ്യുന്നത്. അതേപോലെ സ്വന്തം കുടുംബത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് പോയതാണ് മനുഷ്യൻ. തിരിച്ചു വരേണ്ട കുടുംബവും വീടും ഒന്നുമില്ല, അവിടെ ശൂന്യമാണ്, വെറും ശൂന്യം. ഉമ്മയില്ല, ഉപ്പയില്ല, ഭാര്യയില്ല, മക്കളില്ല, ഒന്ന് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പോലും ഒരാൾ പോലും ബാക്കിയാവാത്ത ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? വീടുണ്ടാക്കി കൊടുക്കാൻ ആ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ പറ്റുമോ?
നല്ലൊരു ജോലി തരാൻ പറ്റും, ആ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ പറ്റോ? എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? അവിടെ സമാധാനിപ്പിക്കാൻ ഒറ്റ വാക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്താ അറിയോ? ഇന്നാലില്ല, അള്ളാഹുവിന്റെ വിധിയാണ്, പടച്ചറപ്പിന്റെ അലംഘനീയമായ വിധി. ജീവിതം അവസാനിച്ചിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. ഇത് ഫുൾ സ്റ്റോപ്പ് അല്ല, ഇതിന്റെ അപ്പുറത്ത് വരാനിരിക്കുന്നുണ്ട് ജീവിതം. അവിടെ ഉമ്മയുണ്ടാവും, ഉപ്പയുണ്ടാവും, ഭാര്യയുണ്ടാവും, മക്കളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരു സമാഗമം കൂടിയുണ്ട്, ഒരു സമാഗമം വരാനിരിക്കുന്നുണ്ട് എന്നൊരു ചിന്ത ആ മനുഷ്യന്റെ മനസ്സിന് നൽകുന്ന സമാധാനത്തിന്റെ അളവെത്ര വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെ സ്വന്തക്കാരും ബന്ധക്കാരും നഷ്ടപ്പെട്ടു പോയ സകല മനുഷ്യരും വിശ്വാസികളാണെങ്കിൽ അവർ സ്വയം സമാധാനിക്കുന്നുണ്ടാവുക ഈ ഒരൊറ്റ ചിന്തയിലായിരിക്കും. എനിക്ക് അവിടുന്ന് കാണാലോ അവരെ എന്ന ചിന്ത. ആ ചിന്തയിലേക്കാണ് ചില നികൃഷ്ട ജീവികൾ മണ്ണുവാരിയിടുന്നത്. എവിടെ ദൈവം, എവിടെ പടച്ചോൻ, നിങ്ങളുടെ റബ്ബ് എവിടെ എന്നൊക്കെ ചോദിച്ച് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ ആകെ സമാധാനിക്കുന്ന ആ ഒരു വസ്തുത പോലും ഇല്ലാതാക്കി കളയുന്നവരെക്കാൾ വലിയ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം ചെയ്യുന്ന മറ്റാരാണുള്ളത് പ്രിയപ്പെട്ടവരെ? അവരാണ് ഏറ്റവും വലിയ മനുഷ്യവിരോധികൾ, അവരാണ് ഏറ്റവും വലിയ അക്രമികൾ. അതുകൊണ്ട് വിശ്വാസികൾക്ക് സമാധാനിക്കാനുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇലൈഹി റാജിഊൻ, അവരിലേക്കാണ് നിങ്ങളുടെ മടക്കം. അതുകൊണ്ട് ആ മടക്കത്തിന്റെ പുറത്ത് കാരുണ്യവാനായ റബ്ബിന്റെ കോടതിയിൽ എന്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന ചിന്ത അവർക്ക് സമാധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. സമാധാനം നൽകാൻ, ശാന്തി നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യർക്ക് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള മാനസിക ധൈര്യവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അവരെ ഇനിയും അങ്ങോട്ട് നന്നായി കൂട്ടിച്ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് ഇന്നുള്ളത് പോലെ തന്നെ ഇനിയും അവർ രക്ഷപ്പെടുന്നത് വരെ അവരെ കൂട്ടിപ്പിടിക്കാനുള്ള മനസ്സ് കേരളക്കാർക്ക് അല്ലാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടായത്തുകളും പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്നാമതൊരായത്ത് അള്ളാഹു പറയുന്നത് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ആ ആളുകളിൽ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നൽകും. ഒന്ന് സ്വലവാത്താണ്, നന്മയാണ്. രണ്ട് റഹ്മത്താണ്, കാരുണ്യമാണ്. മൂന്ന് ഹുദയാണ്, നേർമാർഗമാണ്. ഇത് അവർക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും എന്തൊക്കെ ബലാകൾ വന്നാലും ആ ബലായിനെ ക്ഷമയോടെ നേരിടുക. പിന്നെ മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ അറിയോ? ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതും മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇറങ്ങാനിരിക്കുന്നതുമായ ബലാകളെ തടയാൻ ഒരേ ഒരു ആയുധം മനുഷ്യന്റെ കയ്യിലുള്ളൂ. എന്തത്? ഒരേ ഒരു ആയുധം. അതെന്താണ്? ദുആയാണ്. വേറൊരു ആയുധവും നമ്മുടെ കയ്യിലില്ല. ആകാശത്ത് നിന്ന് ഇറങ്ങാനിരിക്കുന്ന ബലാഇനെ പോലും തടയാൻ ദുആ കൊണ്ട് കഴിയും. ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. വിധിയെ തടുക്കാൻ ദുആ കൊണ്ടല്ലാതെ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സ് പൊട്ടി ദുആ ചെയ്തിരുന്നെങ്കിൽ ഈ ഉരുൾപൊട്ടൽ പോലും ഇല്ലാതാകുമായിരുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മളൊക്കെ പള്ളിയിൽ ഇങ്ങനെ മൂലകളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വയസ്സന്മാരെ കണ്ടിട്ടില്ലേ? പ്രായമായ ആളുകളെ കണ്ടിട്ടില്ലേ? ആളുകളുടെ ദുആ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയ ദുരന്തങ്ങൾ ഇല്ലാതെയാവുന്നത്. ആരെയും നിസ്സാരരായി കാണണ്ട. ദുആ ചെയ്യുന്ന മനുഷ്യരെ നിസ്സാരരായി ഒരിക്കലും കാണരുത്. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്ന മനുഷ്യർ ഒരുപക്ഷെ അവരായിരിക്കാം ആ നാടിന്റെ സംരക്ഷണത്തിന് കാരണം. അവരുടെ പ്രാർത്ഥനയിലൂടെയാകാം അള്ളാഹു കരുണ കാണിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുക, നന്നായി ദുആ ചെയ്യുക. അതോടൊപ്പം നമ്മളിപ്പോ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, നന്നായി പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമം നിന്നു പോകാതിരിക്കുക. ഇപ്പൊ എല്ലാവരും ആവേശത്തിന് ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആ ആളുകൾ കുറെ പ്രയാസപ്പെടുന്നത് കാണാം. കഴിഞ്ഞ പുത്തുമല ഉരുൾപൊട്ടിയപ്പോഴൊക്കെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു.
അപ്പം ക്യാമ്പുകളിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളി നിറയും തുടക്കത്തിൽ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആൾക്കാർക്കൊക്കെ ആവേശം കെട്ട് പിന്നെ അവർ ബുദ്ധിമുട്ടാൻ തുടങ്ങും. അതുകൊണ്ട് നന്നായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ 1-1.5-2 മാസം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കളക്ഷനിലേക്ക് അതിൽ പങ്കുചേരുക. ഏതായാലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് ബാധിച്ച ഈ വലിയ ദുരന്തത്തിൽ, ഈ വലിയ പ്രയാസത്തിൽ അല്ലാഹു സമാധാനവും ശാന്തിയും നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. قوموا إلى الصلاة. الله أكبر الله أكبر.